മാറും മുലയും എല്ലാം കാണിക്കുന്നത് ഇതിൽ ദിവ്യപ്രഭയുടെ ഷോ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഈ സിനിമയിലെ പയ്യനില്ലേ, മുറ സിനിമയിലെ പയ്യൻ, അവനാണെങ്കിൽ ദിവ്യപ്രഭയുടെ ജോഡിയായിട്ട് കാണിക്കുന്നത്. അവൻ്റെ ഫുള്ള് ന്യൂഡ്, അവൻ്റെ നാഭിക്ക് കീഴുള്ള രോമം വരെ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നത്. പിന്നെ സെക്സ് ഫുൾ ന്യൂഡായിട്ടുള്ള അവനും ദിവ്യപ്രഭയായിട്ടുള്ള സെക്സ്. കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ഒരു ലിങ്ക് തേടിയുള്ള യാത്രയിലാണല്ലോ നമ്മൾ മലയാളികൾ. സംഭവം ഏതാണെന്നുള്ള ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ അടുത്ത് റിലീസായ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന് പറയുന്ന സിനിമ നമ്മുടെ കനി കുസൃതിയും ദിവ്യപ്രഭയും ഒക്കെ ഒരുപോലെ വേഷമിട്ട ഒരു സിനിമയാണ്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. 5-6 മാസം മുന്നേ കാനിസ് ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പങ്കെടുത്ത ഒരു സിനിമയാണ്. കാനിസ് ഫിലിം ഫെസ്റ്റിവൽ എന്താണെന്ന് വെച്ചാണെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ സിനിമാക്കാർ പങ്കെടുക്കുന്ന ഫിലിം ഫെസ്റ്റിവലാണ്. അതിലൊരു സിനിമക്ക് പങ്കെടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ആ സിനിമ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു എന്നാണ് അർത്ഥം. അപ്പൊ ആ ലെവലിലേക്ക് എത്തിയ ഒരു സിനിമയാണ്. പക്ഷെ ഇപ്പൊ ഈ സിനിമ ചർച്ചയാകാനുള്ള പ്രധാന കാരണം അതൊന്നുമല്ല. ഈ സിനിമയിൽ എന്തോ 1-2 സീനിൽ ദിവ്യപ്രഭ നഗ്നത പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ ക്ലിപ്പ് ലീക്കായി എന്നും പറഞ്ഞുകൊണ്ടാണ് ആൾക്കാർ ഇപ്പൊ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എല്ലായിടത്തും ആളുകൾ ആ ക്ലിപ്പിന് ലിങ്ക് ചോദിച്ചുകൊണ്ട് നടക്കാണ്. ഇനി ഫേസ്ബുക്കിലേക്ക് വരാണെങ്കിൽ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ദിവ്യപ്രഭയുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റുകൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഫുള്ള് തന്നെ വേണമെങ്കിൽ 1-2 പോസ്റ്റ് ഞാൻ വായിച്ചുതരാം. യങ്സ്റ്റേഴ്സിനിടയിൽ ട്രെൻഡിങ് ആവാനും ഫാൻസിനെ ഉണ്ടാക്കാനും ഒരൊറ്റ ദിവസം മതി എന്ന് തെളിയിച്ചറാണ്. ഞെട്ടിച്ചു കളഞ്ഞു. കിട്ടിയ അവസരം വേണ്ട വിധം ഉപയോഗിച്ചാൽ എങ്ങനെ ഇരിക്കും അതും കൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ഈ കിട്ടിയ അവസരം എന്നതുകൊണ്ട് പോസ്റ്റ് മുതലാൾ ഉദ്ദേശിച്ചത് നഗ്നതാ പ്രദർശനമാണോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. കിട്ടിയ അവസരം നോക്കി വേണ്ട വിധത്തിൽ നഗ്നതാ പ്രദർശനം നടത്തി കഴിഞ്ഞാണെങ്കിൽ യങ്സ്റ്റേഴ്സിനിടയിൽ ട്രെൻഡ് സെറ്റർ ആവാനും ഫാൻസിനെ ഉണ്ടാക്കാനും സാധിക്കുമെന്നുള്ളതാണോ പോസ്റ്റ് മുതലാൾ ഉദ്ദേശിച്ചത്? അത് തന്നെയാണ് ഈ പോസ്റ്റ് കൊണ്ടുള്ള ഉദ്ദേശം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. ഞാനൊരിക്കലും ഈ സിനിമയിൽ ദിവ്യപ്രഭ നഗ്നതാ പ്രദർശനം നടത്തിയതിന് കുറ്റപ്പെടുത്തിയല്ലേ കേട്ടോ. ഒരു സിനിമ അത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, അതിൽ അഭിനയിക്കുന്നവർ അതിന് തയ്യാറാണെങ്കിൽ തീർച്ചയായും അത് ചെയ്യാം. അതിൽ യാതൊരു കുഴപ്പമില്ല. പക്ഷെ പുറമെ നിന്ന് നോക്കിക്കാണുന്ന ഓഡിയൻസിന്റെ കാഴ്ചപ്പാടുണ്ടല്ലോ, അതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിനെയാണ് ഞാൻ കളിയാക്കിയത്. ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ അടുത്ത പോസ്റ്റ് നോക്കാം. കണ്ടോ? എന്ത് സിനിമ ഉണ്ടോന്നല്ല ഉദ്ദേശിച്ചത്, ലിങ്ക് കണ്ടോന്നാ ഉദ്ദേശിച്ചത്. ഇനി ആരും അത് തെറ്റിദ്ധരിക്കണ്ട. ഇനി അടുത്ത വായിച്ചു നോക്കാം. കിടുക്കാച്ചി സാധനം ഇറക്കിയിട്ടുണ്ട്. സകല സോഷ്യൽ മീഡിയയിലും കൊലത്തൂക്ക്. വർത്താനം കേട്ടൊന്നും വല്ല മാസ സിനിമ ഇറക്കിയ മാതിരിയാണ്. സകല സോഷ്യൽ മീഡിയയിലും കൊലത്തൂക്ക് എന്നൊക്കെ ഈ രീതിയിലൊക്കെയാണ് ദിവ്യപ്രഭയുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റുകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിന്റെ കമന്റ് ബോക്സിലേക്ക് വരികയാണെങ്കിൽ ഇതിനേക്കാളും പരിതാപകരമാണ് അവസ്ഥ. ഞാൻ 1-2 കമന്റ്സ് വായിച്ചുതരാം. അതിന്റെ അടുത്ത ബന്ധു മരണക്കിടക്കയിൽ കിടക്കുകയാണ്. അദ്ദേഹം ഇത്രയും കാലമായിട്ടും ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്ന് പറയുന്നു. ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കണ്ടാൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹവും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. ആ ലിങ്ക് ഒന്ന് ഇൻബോക്സിൽ ഇടാമോ? പാവം, മരണക്കിടക്കയിൽ കിടക്കുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. കെഞ്ചുന്ന കണ്ടില്ലേ? തൽക്കാലം അയാൾ ഇത്രയും കാലം ഇതൊന്നും കണ്ടില്ലല്ലോ, ഇനി അങ്ങോട്ട് കാണണ്ട. ഇതുപോലെ എങ്ങനെയാണ്? അതുപോലെ അങ്ങ് ജീവിച്ച് മരിച്ചോട്ടെ. എന്തൊക്കെ ടൈപ്പ് ആൾക്കാരാണ് ഇഷ്ടം? ചോദിക്കുന്ന ഓരോ രീതികൾ നോക്കി നിങ്ങൾ. പിന്നെ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു സാധനം ഇറങ്ങിയുള്ള ചോദ്യങ്ങൾ വേറെ. ഫുള്ളും വെറൈറ്റി ടൈപ്പ് ലിങ്ക് ചോദ്യങ്ങളാണ് അതിലുള്ളത്. ഏറ്റവും കൂടുതലുള്ള ചോദ്യം എന്ന് പറയുന്നത് ലിങ്ക് എവിടെ, ലിങ്ക് തരോ എന്നുള്ളതാണ്. ഇതൊക്കെ കാണുന്ന സമയത്ത് ഇത്രത്തോളം ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ആൾക്കാരാണ് ഇവിടെ ഉള്ളതെന്ന് തോന്നിപ്പോവാണ്. ഇനി ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടൊരുത്തിന്റെ റിവ്യൂ നില എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി. നമ്മൾ എന്തായാലും കൂടി കണ്ടോക്കാം. ബിരിയാണി സിനിമയിലെ കനി കുസൃതി കാണിച്ച പോലെ ബ്രസ്റ്റ് മാറും മുലയും എല്ലാം കാണിക്കുന്നത് ഇതിൽ ദിവ്യപ്രഭ. ശരി, ബ്രസ്റ്റും മാറും മുലയും എല്ലാം കാണിക്കുന്നുണ്ടല്ലേ? അല്ല ചങ്ങായി, ഇതെല്ലാം ഒന്നല്ലേ? അറിയത്തോണ്ട് ചോദിക്കാൻ. ബാക്കി കണ്ടോക്കാം. ദിവ്യപ്രഭയുടെ ഷോ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഈ സിനിമയിലെ പയ്യനില്ലേ, മുറ സിനിമയിലെ പയ്യൻ, അവനാണെങ്കിൽ ദിവ്യപ്രഭയുടെ ജോഡിയായിട്ട് കാണിക്കുന്നത്. അവൻ്റെ ഫുള്ള് ന്യൂഡ്, അവൻ്റെ നാഭിക്ക് കീഴുള്ള രോമം വരെ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നത്. പിന്നെ സെക്സ് ഫുൾ ന്യൂഡായിട്ടുള്ള അവനും ദിവ്യപ്രഭയായിട്ടുള്ള സെക്സ്. ഇതൊക്കെയാണോ ഈ നമ്മുടെ കാൻസ് ഫെസ്റ്റിവലിലോട്ടുള്ള സെലക്ഷനുള്ള മാനദണ്ഡം എന്നൊരു സംശയമുണ്ട്. ഇതൊന്നല്ല മാനദണ്ഡം, നിങ്ങൾ അത് വിചാരിക്കേണ്ട. ഓൾ സിനിമേന്റെ കണ്ടന്റ് എങ്ങനെയാണ്, സിനിമ എടുത്തു വെച്ച രീതി എങ്ങനെയാണ്. പിന്നെ അധികം സ്ലോ പേസ് സിനിമകളായിരിക്കും ഇത്തരം ഫിലിം ഫെസ്റ്റിവലിലേക്ക് സെലക്ട് ചെയ്യുക. ചുരുക്കി പറഞ്ഞ മൊത്തത്തിൽ സിനിമ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ടായിരിക്കും ഇത്തരം ഫിലിം ഫെസ്റ്റിവലിലേക്ക് സിനിമ എടുക്കുക. പക്ഷെ നമ്മളെ പോലുള്ള ആൾക്കാർ സിനിമ മൊത്തത്തിലല്ല നോക്കുന്നത്. ആ 2 മണിക്കൂർ സിനിമയിൽ 1-2 മിനിറ്റുള്ള ന്യൂഡിറ്റി സീനുകൾ മാത്രമാണ്. അത് മാത്രം നോക്കി ഒരു സിനിമയെ വിലയിരുത്തുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ തോന്നുന്നത് സ്വാഭാവികമാണ്. ഇപ്പൊ എത്രയായിട്ടും ഈ റിവ്യൂ പറയുന്ന ആള് സിനിമയുടെ കണ്ടന്റ് എന്താണെന്നോ, സിനിമ പോർട്രേ ചെയ്യുന്ന മെസ്സേജ് എന്താണെന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല. ഫുള്ളും ഈ ന്യൂഡിറ്റിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. ഈ കാഴ്ചപ്പാടാണ് പ്രശ്നം. ഇത് മാറാത്തോടത്തോളം കാലം ഇങ്ങനെയൊക്കെ തോന്നുന്നത് സ്വാഭാവികമാണ്. എനിക്കിതൊക്കെ കാണുന്ന സമയത്ത് 2 കൊല്ലം മുമ്പ് ഇറങ്ങിയ സ്വാസികന്റെ ഒരു പടം ഉണ്ടല്ലോ, ചതുരം എന്ന് പറഞ്ഞ സിനിമ, അതാണ് ഓർമ്മ വരുന്നത്. ആ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത് ഇതേമാതിരി സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയ്ക്ക് അങ്ങോട്ട് ആഘോഷിച്ചില്ല. സിനിമ ഫുള്ളും അവിഹിതമാണ് മക്കളെ, റോഷനും സ്വാസിക്കും തമ്മിൽ കെട്ടിമറിയുന്നുണ്ട്, വേറെ ലെവലാണെന്നൊക്കെയുള്ള രീതിയിൽ ഫുള്ളും പോസ്റ്റുകളായിരുന്നു. ഞാൻ ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടതാണ് കേട്ടോ.
കണ്ടന്റ് വൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. നല്ല സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള മെസ്സേജുകളൊക്കെ ആ സിനിമ നല്ല രീതിയിൽ കൺവേ ചെയ്യുന്നുണ്ട്. പക്ഷെ ആളുകൾ അതൊന്നും കാണുന്നില്ല. ആളുകൾക്ക് വേണ്ടത് മറ്റേ സ്വാസികയും റോഷനും തമ്മിലുള്ള സീനുകളായിരുന്നു. ആ സിനിമയിലാണെങ്കിൽ ആകെ ഒരു 3-4 സീൻ മറ്റേ റോഷനും സ്വാസികയും കെട്ടിമറിഞ്ഞ സീനുകളുണ്ട്. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അങ്ങനെ ആളുകൾ ആ രീതിയിലൊക്കെ ഭയങ്കര എക്സ്പെക്ടേഷൻ ഒക്കെ വെച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സിനിമ OTT ഇറങ്ങി നോക്കുമ്പോൾ പൂര തെരുവിളി, വെറുതെ മനുഷ്യൻ ഓരോന്ന് പറഞ്ഞു കൊതിപ്പിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സംഭവം എന്താ, OTT വന്ന് നോക്കുമ്പോൾ ആൾക്കാർ ഉദ്ദേശിച്ച ലെവലിലുള്ള കളികളൊന്നും അതിലില്ല. അപ്പൊ പിന്നെ ഇത് കണ്ടവര് നിരാശരായി. പക്ഷെ കണ്ടന്റ് വൈസ് നോക്കുമ്പോൾ കിടിലൻ സിനിമയാണ്. ഒരു സിനിമ ഇതിനെ കണ്ടു കഴിഞ്ഞാണെങ്കിൽ വേറെ ലെവലാണ് സിനിമ. പക്ഷെ ആരും അതിനെ ആ രീതിയിൽ കാണുന്നില്ല എന്നുള്ളതാണ്. ഇത് മറ്റേ പടം പടം എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഇതൊക്കെ കാണുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു പോയത് ഇത്ര ദാരിദ്ര്യമാണെന്നുള്ളതാണ്. ഇങ്ങനെയാണെങ്കിൽ ഇവർക്ക് വല്ല പോൺ വീഡിയോസ് അങ്ങനെ ഇരുന്ന് കണ്ടാൽ പോരെ, കഷ്ടപ്പെട്ടിരുന്ന സിനിമ കാണണം. ഇതിനായിട്ട് സിനിമ കാണാൻ കുത്തിരിക്കുന്ന കുറെ എണ്ണുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് കഷ്ടം തന്നെ കേട്ടോ. എന്തായാലും ആശാനെ പറയാനുള്ള ബാക്കി കൂടി കേട്ടോക്കാം. എനിക്കറിയത്തില്ല ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ സിനിമയിൽ ഇതൊക്കെ ഉണ്ടെങ്കിലേ ഈ സിനിമയിൽ കാണിക്കുള്ളൂ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. എന്ത് സിനിമയാണ് ഒരു വല്ലാത്തൊരു സിനിമ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. ആ സമയത്ത് ഉണർന്നിരിക്കുമല്ല, ഉറങ്ങിപ്പോയവർ പിന്നെ ഇതൊന്നും അറിയത്തില്ല. ഉറങ്ങിപ്പോരും ഇതൊന്നും അറിയത്തില്ല എന്നൊക്കെ. ഇതൊരുമാതിരി ഈ സീൻ കാണാനായിട്ട് സിനിമ കാണാൻ ക്ഷണിക്കുന്ന പോലെ ഉണ്ട് അല്ലേ. ഉറങ്ങിപ്പോയാൽ നഷ്ടമാണ് മക്കളെ എന്നുള്ള രീതി. എന്തോന്നല്ലേ ഇതൊക്കെ. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. ഇതൊക്കെ കണ്ടോണ്ടിരിക്കുക. കാരണം പിന്നെ കന്നി കുസൃതിയുടെ ബട്ടക്സ് ഫുള്ളും കാണിക്കുന്നുണ്ട്. പിന്നെ മറ്റേവളുടെ ഫുള്ളിങ്ങനെ അവിടെ എല്ലാം കാണിക്കുന്നുണ്ട്. ആ ദിവ്യപ്രഭയുടെ ഷോ ആണ്. അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ലാഞ്ചനയാണ്. അവൾ ആ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഒരു ഡ്രസ്സിൽ നിൽക്കുന്നില്ലേ, അതിൻ്റെ ഒരു ഇതാണ്. ഫുള്ള് ഇതായിട്ട് ഒരു ഉളിപ്പില്ലാതെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെയുള്ള സിനിമയ്ക്ക് ചിലപ്പം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ സെലക്ഷൻ കിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. വളരെ അതിശയപ്പെട്ടു ഞാൻ. കാൻ ഫിലിം ഫെസ്റ്റിവലൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് അതിനെന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടാവുമെന്ന് കരുതി. പ്രത്യേകിച്ച് ഒരു ക്വാളിറ്റി ഇല്ല. ഈ സാധനങ്ങളൊക്കെയാണ് മെയിനായിട്ടും കാണിക്കുന്നത്. അല്ല, ഈ ക്വാളിറ്റി കൊണ്ട് ആശാൻ എന്താ ഉദ്ദേശിച്ചത് അതും കൂടി ഒന്ന് പറ. ഇതൊരു അവാർഡ് ലെവൽ സിനിമയാണ്. അപ്പൊ ആ ലെവലിലെ സിനിമ ഉണ്ടാകത്തുള്ളൂ. അതല്ലാതെ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചു എന്ന് കരുതി ഭയങ്കര ക്ലാസും മാസും പ്രതീക്ഷ പോയിട്ട് യാതൊരു കാര്യമില്ല. ഇത്തരം സിനിമകൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു എക്സ്പെക്ടേഷൻ രീതികളുണ്ട്. സ്ലോ പേസ് ആയിരിക്കും, നല്ല ബോറടി ആയിരിക്കും. അത് പ്രതീക്ഷിച്ച് പോയി കണ്ടാണെങ്കിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. പക്ഷേ റിവ്യൂ പറയുന്ന ആശാനെ ചിന്താകാചൊന്നല്ല കേട്ടോ. ഇപ്പൊ ആശാൻ ഇപ്പൊ 1.5 മിനിറ്റുള്ള റിവ്യൂ പറഞ്ഞു അല്ലേ. അതിലെവിടെയും സിനിമന്റെ കണ്ടന്റ് എന്താണ്, പോർട്രേ ചെയ്യുന്ന മെസ്സേജ് എന്താണ്, അതിനെ കുറിച്ചൊന്നും ആശാൻ സംസാരിക്കുന്നില്ല. വെറുതെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ഒരാൾക്ക് പിന്നെ സിനിമ മോശമായി തോന്നില്ലെങ്കിൽ അത്ഭുതമുണ്ട്. കുറ്റം പറഞ്ഞെങ്കിൽ കൂടിയും ആശാൻ നല്ലോണം ആസ്വദിച്ച പോലാണല്ലേ വർത്താനം. ബാക്കി പറഞ്ഞോട്ടെ. ശ്രീകേട്ട വക നമ്മള് പുരുഷന്മാർ അശ്ലീലം സിനിമയിലെ കാണിക്കും. ഇതിൽ പിന്നെ ഈ ദിവ്യപ്രഭയ അശ്ലീലം പറയാൻ വേണ്ടിയിട്ടൊക്കെ വേണ്ടി വച്ചിട്ടുള്ളത് പോലെയാണ്. പിന്നെ അതിൽ വ്യത്യസ്തമായിട്ട് അഭിനയമുള്ള അസീസ് നെടുമങ്ങാട്. പുള്ളി സാധാരണ ഒരു കോമഡി വേഷത്തിലല്ലേ, പുള്ളിയൊരു ഡോക്ടറായിട്ടാണ് അഭിനയിക്കുന്നത്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്ത് കണ്ടിട്ടാണ് ഈ സിനിമ OTT എടുത്തിട്ടില്ല എന്ന് ഇങ്ങനെ കനിക്കുസി കഴിഞ്ഞ ദിവസം ഏതോ ഒരു ഇതിൽ ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടോ. OTT-കാരൊന്നും ഏറ്റെടുക്കുന്നില്ല. ഇതിൽ എന്താണ് ഏറ്റെടുക്കാനുള്ളതെന്ന് മാത്രമുള്ള ഒരു കണ്ടന്റും ഈ സിനിമയിലില്ല. അത് ശരി. അതുകൊണ്ടായിരിക്കൂലേ തിയേറ്ററിൽ ഫസ്റ്റ് ഷോക്ക് ഓടി കയറിയത്. OTT ഇറങ്ങൂല എന്നുള്ള പേടി കൊണ്ടായിരിക്കും. ഇപ്പോഴല്ല കാര്യം മനസ്സിലായത്. എന്തായാലും ഇനി അങ്ങോട്ട് ഈ സിനിമ OTT റിലീസ് ആയിക്കോളും. കാരണം ആ ലെവലുള്ള പ്രൊമോഷൻ സിനിമയ്ക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ ഈ സിനിമ OTT ഇറങ്ങുകയാണെങ്കിൽ ദിവ്യപ്രഭന്റെ ആ സീൻ കാണാനെങ്കിലും ആൾക്കാർ ആ സിനിമ കയറി നോക്കും. അപ്പൊ ആ ലെവൽ എന്തായാലും OTT-കാർക്ക് നല്ല ലാഭം ഉണ്ടാക്കാം. അത്തരത്തിലെ കിടിലൻ പ്രൊമോഷൻ അല്ലേ ഈ സിനിമയ്ക്ക് കിട്ടിയത്. അപ്പൊ എന്തായാലും ഏതെങ്കിലും OTT-കാർ ഇത് എടുത്തോളും. അത് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ മൊത്തത്തിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതൊക്കെ കാണുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കി വെച്ച കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ, കാലം എത്ര മാറിയാലും കാലം എത്ര പുരോഗമിച്ചാലും മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം മാറാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ലിങ്ക് തേടി നടക്കുന്ന ഒരു ഗതികേട് അധികം എനിക്കൊന്നും ഇവിടെ പറയാനില്ലേ. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.